പാക്കറിന്റെ നിലവിളി കേട്ട് ടോർച്ചും കത്തിച്ച റാന്തലുമായി 4 വശത്തു നിന്നും ജനങ്ങൾ തെങ്ങിന്റെ ചുവട്ടിൽ ഒരു വലയം തന്നെ സൃഷ്ടിച്ചു. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ ജനക്കൂട്ടം. എന്റെ ദൈവമേ, തെങ്ങിന് ചാടി ചത്താലെന്തെന്ന് വരെ ചിന്തിച്ചു. ഓന്തായിരുന്നെങ്കിൽ നിറം മാറിയെങ്കിലും ഇതിന്റെ മണയിൽ ഇരിക്കാമായിരുന്നു. മുടിഞ്ഞവന്മാർ ടോർച്ച് തെളിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞടാ, നീ വിഷമിക്കണ്ട, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അയ്യോ, മണിക്കൂറുകൾക്കകം ഞാൻ കയറിയിരിക്കുന്ന തെങ്ങിന്റെ ചുവട്ടിൽ പെട്രോൾ മാക്സും മാടക്കടയും നിരന്നു. നല്ല ജനത്തിരക്കും. അപൂർവ ജീവിയെ കാണുന്ന ഉത്സാഹവും ചിരിയുമാണ് താഴെ. എന്റെ വെപ്രാളം ഒടേതമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ ദൈവമേ, വെളുത്തപ്പോൾ ഫയർഫോഴ്സുകാരുടെ സഹായത്തോടെ താഴെ ഇറങ്ങി. കൈക്കും കാലിനും പിടിച്ച് പോലീസ് വാന്റെ സമീപത്തേക്ക് നടത്തി. മുതുകി എന്ന് ഇടിച്ചപ്പോഴാണ് എറിയുമായിരുന്നെന്ന് മനസ്സിലായത്. പോലീസ് വാനിൽ കിടന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. ഞാനൊരു പാപം, ബന്ധുക്കളില്ല. ഞാനൊരു പാപം, ബന്ധുക്കളില്ല. ഒരു നോക്ക് കാണാനെത്തി, അവളോടൊരു വാക്ക് ചൊല്ലാനെത്തി. പെൺകുട്ടിയാണേൽ സുന്ദരിയാണേ, തന്തയ്ക്കറിയത്തില്ല. സ്വന്തം തന്തയ്ക്കറിയത്തില്ല. ഞാനൊരു പാപം, ബന്ധുക്കളില്ല. ഒരു നോക്കു കാണാനെത്തി, അവളോടൊരു വാക്കു ചൊല്ലാനെത്തി. പെൺകുട്ടിയാണേൽ സുന്ദരിയാണേ, തന്തയ്ക്കറിയത്തില്ല. സ്വന്തം തന്തയ്ക്കറിയത്തില്ല. ഞാനൊരു പാവം, ബന്ധുക്കളില്ല. ഒരു നോക്കു കാണാനെത്തി, അവളോടൊരു വാക്കു ചൊല്ലാനെത്തി. ടാറ്റ പറഞ്ഞും കൊണ്ടവൾ വാതിൽ ചാരി. മതിൽ ചാടി മെല്ലെ ഞാൻ മെയിൻ റോഡിലെത്തി. ടാറ്റ പറഞ്ഞും കൊണ്ടവൾ വാതിൽ ചാരി, മതിൽ ചാടി മെല്ലെ ഞാൻ മെയിൻ റോഡിലെത്തി. കുറച്ചും കൊണ്ടൊരു പട്ടി എൻ കാലിൽ കമ്മി, വെപ്രാളം കൊണ്ടപ്പോൾ അറിയാതെ കാറി. കാലുരെ കണ്ടോ സത്യമിതാണേ, കാലുരെ കണ്ടോ സത്യമിതാണേ, തളരുതേ. ഞാനൊരു പാവം, ബന്ധുക്കളില്ല. ഒരു നോക്കു കാണാനെത്തി, അവളോടൊരു വാക്കു ചൊല്ലാനെത്തി. പെൺകുട്ടിയാണേ സുന്ദരിയാണേ, തന്തയ്ക്കറിയത്തില്ല. സ്വന്തം തന്തയ്ക്കറിയത്തില്ല. ഞാനൊരു പാവം, ബന്ധുക്കളില്ല. ഒരു നോക്കു കാണാനെത്തി, അവളോടൊരു വാക്കു ചൊല്ലാനെത്തി. പോലീസ് വന്ന് നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ വിചാരിച്ചെന്നെ അവിടെ കിടത്തുവന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർമാരോടും നേഴ്സുമാരോടും നടന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിച്ചു. കേട്ടവര് ഒരു പ്രേതത്തിനെ പോലെ എന്റെ മോതയ്ക്ക് നോക്കുന്നത്. ഉണങ്ങാൻ തേക്കിയത് പാണ്ടായി എന്ന് പറയുന്ന പോലെ കേട്ട് എന്ന ഒരു മുതുക്കിയ അറ്റൻഡർ വേറെ സ്ത്രീയോട് പറയുക, എടീ, ഇനി ഇവനോ മറ്റാണോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കയറിയത്? ആ പോതയുടെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കാൻ തോന്നി. കാണികൾ അന്തം വിട്ട് എന്റെ മോന്തയുടെ ചന്തം നോക്കിക്കൊണ്ടിരിക്കുക. പല പ്ലേറ്റിനെ കണ്ടിട്ടുണ്ട്, ഈ കുന്ത പ്ലേറ്റിനെ കണ്ടിട്ടില്ല. കാറ്റത്തൊടിഞ്ഞ വാഴക്കല പോലെ എന്റെ കഴുത്ത് താഴേക്ക് വീണു. പോലീസ് വാൻ നേരെ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. വേണ്ടാത്തവള് മൂത്ത് കുരങ്ങായതുപോലെ പോലീസ് മൂത്ത് SI ആയ ഒരു രാവണ ഭൈരീഭക്തൻ എന്റെ മോന്തയ്ക്ക് നോക്കി. എന്നിട്ട് മാലാഹ കുഞ്ഞുങ്ങളെ പോലെ ആ ദുഷ്ടൻ എന്നെ അന്തരീക്ഷത്തിലൂടെ പറപ്പിക്കുകയാണ്. സത്യം പറയടാ മാക്രി, ഇടതല വേറെ വെക്കടാവോക്രി. സത്യം പറയടാ മാക്രി, എടതല നേരെ വെക്കടാ പോക്രി. നൂറ്റിൽ സൂത്രം പറയുന്ന പ്രതിയെ രാത്രി മൂത്രം കുടിപ്പിക്കും സ്ഥിരമായി. സത്യം പറയടാ മാക്രി, എടതല നേരെ വെക്കടാ പോക്രി. എട സത്യം പറയടാ മാക്രി, ഇടതല നേരെ വെക്കടാവോക്രി. തല്ലിക്കൊല്ലുമെന്ന് മനസ്സിലായപ്പം
കക്കാത്ത ഞാൻ കള്ളനായി. തൊണ്ടി സാധനം എവിടെയാണെന്ന് ചോദിച്ചപ്പം വെപ്രാളത്തിന് കാമുകിയുടെ അപ്പന്റെ പേരാ വായി വന്നത്. ചേട്ടനെ പൊട്ടൻ ചോദിച്ചാൽ പൊട്ടന്. എന്റെ ദൈവമേ, അവൻ ഓർത്തു മുടിഞ്ഞ കാലമാണ്. ഞങ്ങളെ നേരെ ചൊവ്വെ പ്രേമിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ആ കളവന്റെ വീട്ടിൽ തൊണ്ടി സാധനം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് കളവനെ പിടിച്ചിട്ട് എന്നെ വിട്ടത്. അവിടെ ഇല്ലെങ്കിൽ അത് ഞാൻ എവിടെന്നെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇടികൊള്ളുമ്പോ മറ്റാരെങ്കിലും ആണെന്ന് പറയും. കൂടത്തിന് പാറക്കല്ല് അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദമായിരുന്നു ഒറ്റ ഇടിക്ക്. ചെവിക്കല്ല് പോകാൻ അടിയെന്ന് കൊണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അനുഭവിച്ചപ്പോഴാണ് ചെവിക്കല്ലെല്ലാം നെറുകന്തല വരെ പുകയുന്നത്. ഇതിനൊക്കെ കാരണക്കാരനാ മുടിഞ്ഞ പട്ടിയ. കാലിന്റെ കാക്കിലോ ഇറച്ചിയുമായിട്ടാ ഓടിയത്. എന്റെ ദൈവമേ, ചുമയ്ക്കുമ്പോൾ വീപ്പയ്ക്കടിക്കുന്ന ഒച്ചയാ. വാരിയിൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഏതായാലും 3-4 ദിവസം കൊണ്ട് ശരീരം ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. നീരുവീഴ്ചയായിരിക്കും. കിടക്കയിൽ കിടന്ന് കണ്ണാടി എടുത്ത് മോന്തക്കിട്ട് നോക്കി പേടിച്ചു പോയി. മോന്തയുടെ പല ഭാഗത്തിന്റെ രക്തം ഉണങ്ങി കട്ട പിടിച്ച് കിടക്കുന്നു. ആ മുടിഞ്ഞ കാലമാടന്മാര് മോന്ത പിടിച്ച് വൃത്തിക്കിട്ട് ഉറച്ചാന്ന് ആര് കണ്ടാലും പറയും. ഒരു പരിചയക്കാരന്റെ സഹായത്തോടെ അടുത്തുള്ള വൈദ്യശാലയിൽ ചെന്ന് വൈദ്യരോട് വിവരം പറയുകയാണ്. ഒരിടത്ത് വിലക്കും ഒരിടത്ത് ഞരക്കും, ചുമയ്ക്കുമ്പോൾ ചെറിയൊരു തടസ്സം. ഒരിടത്ത് വിലക്കം ഒരിടത്ത് ഞരക്കം, ചുമയ്ക്കുമ്പോൾ ചെറിയൊരു തടസ്സം. വിഷമിച്ചു ചുമച്ചാൽ ഇടിവെട്ടും പോലെ മനസ്സറിയാതൊരു മോഷൻ, ശരവർഷമില്ലാത്ത മോഷൻ. ഒരിടത്തു വിലക്കം ഒരിടത്ത് ഞരക്കം, ചുമയ്ക്കുമ്പോൾ ചെറിയൊരു തടസ്സം. വിഷമിച്ചു ചുമച്ചാൽ ഇടിവെട്ടും പോലെ മനസ്സറിയാതൊരു മോഷൻ, ശരവർഷമില്ലാത്ത മോഷൻ. ഒരിടത്ത് വിലക്കം ഒരിടത്ത് ഞരക്കം, ചുമയ്ക്കുമ്പോൾ ചെറിയൊരു തടസ്സം. വൈദ്യരാണെങ്കിൽ വാദം, പിത്തം, കഫം മുതലായ ത്രിദോഷത്തിന്റെ സ്പെഷ്യലിസ്റ്റാണ്. മാത്രമല്ല ആയുർവേദം, അഷ്ടാഹൃദയം, ദൂതലക്ഷണം, ഗൗളിശാസ്ത്രം, വിഷചികിത്സ, ഒറ്റമൂലി പ്രയോഗം, നീറ്റുമരുന്ന് നിർമ്മാണം, ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം, സംഖ്യാശാസ്ത്രം, മാർഗശാസ്ത്രം, മന്ത്രവാദം, ക്ഷുദ്രം, പ്രശ്നം എന്നിവയിൽ ഈ ലോക ആലോക പണ്ഡിതനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം ഹനുമാൻ. രോഗിയുടെ നാടിക്ക് പിടിച്ച് പരിശോധിച്ചിട്ട് അദ്ദേഹം ചികിത്സ നിശ്ചയിക്കുകയാണ്. കാലത്ത് കുഴമ്പിട്ട് ധാരഗോരു മേലൊക്കെ ഞവരക്കീഴിയും കൂത്തു. കാലത്തെ കുഴമ്പിട്ട് ധാരഗോരു മേലൊക്കെ ഞവരക്കീഴിയും കുത്തു. നീരൊക്കെ വറ്റട്ടെ തിരുമോ തുടങ്ങാം, പിന്നെ മഴമാസം ആകുമ്പോൾ സൂപ്പും നൽകാം. കാലത്തെ കുഴമ്പിട്ട് ധാരകോരു മേലൊക്കെ ഞവരക്കീഴിയും കുത്തു. കുറുന്തോട്ടി കഷായം വേണം, ദശമൂലാരിഷ്ടം വേണം. കുറുന്തോട്ടി കഷായം വേണം, ദശമൂലാരിഷ്ടം വേണം. നിറുകയിൽ താളമിട്ട് തണുപ്പിക്കണം. അമുക്കിരം ചതകുപ്പ ദേവതാരം വെന്ത് തലനീരിറങ്ങാനായി നട്ടെല്ലിൽ പുരട്ടണം. കാലത്തെ കുഴമ്പിട്ട് ധാരകോരു മേലൊക്കെ ഞവരക്കീഴിയും കുത്ത്. നീരൊക്കെ പറ്റട്ടെ തിരുമു തുടങ്ങാം, പിന്നെ മഴമാസം ആകുമ്പോൾ സൂപ്പും നൽകാം. കാലത്തെ കുഴമ്പിട്ട് ധാരകോരു മേലൊക്കെ ഞവരക്കീഴിയും കുത്തു.
ഈ സമയം നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഇഷ്ടകാമി കൂടി അച്ഛനെ ജാമ്യത്തിലിറക്കി. സ്ട്രക്ചറാ വീട്ടിൽ കൊണ്ടുവന്നത്. അല്ല, ഈ സൗന്ദര്യമുള്ള പെൺപിള്ളേരെ വീട്ടിലുള്ളപ്പോഴത്തേക്ക് പിന്നെ ആരാ സഹായത്തിന് ചെല്ലാതിരിക്കുന്നത്? നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരൊക്കെ വേണ്ടി വന്നാൽ മരുമകനാകാൻ വരെ ശ്രമിക്കും. വീട്ടിൽ കൊണ്ടുവന്നപ്പോ ശവം കൊണ്ടിരുന്ന സ്വീകരണമായിരുന്നു. പോരെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലവും സ്ട്രക്ചറിൽ കിടക്കുന്ന ആ വ്യാജക്കള്ളം വിചാരിച്ച് അല്ല, ഒരു കണക്കിന് പോലീസുകാർ കൊണ്ടുപോയത് നന്നായി. കാരണം നാട്ടിലുള്ള മാന്യന്മാരിൽ നിന്നും ഇതുപോലൊരു വൻപിച്ച സ്വീകരണം സ്വന്തം കല്യാണത്തിന് പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം അഭിമാനം വിട്ടില്ല. അഭിമാനം കൊണ്ട് അദ്ദേഹം വില്ലി ചുമച്ചു. അപ്പോഴും ഗമ വിടാതെ കണ്ട് അദ്ദേഹം തന്റെ സ്വന്തം മകളെ വിളിച്ച് ചോദിക്കുക, മോളെ പൊന്നുമോളെ നീ മാസങ്ങളായിട്ട് പ്രേമിച്ചതാരേ? മോളെ പൊന്നുമോളെ നീ മാസങ്ങളായിട്ട് പ്രേമിച്ചതാരേ? മോളെ പൊന്നുമോളെ പെണ്ണിന്റെ നിറമുള്ള കോലങ്ങൾ കണ്ടെന്ന വാപൊളിച്ചടുക്കുന്ന വാൽമാക്രിയാണവൻ. പെണ്ണിന്റെ നിറമുള്ള കോലങ്ങൾ കണ്ടെന്ന വാപൊളിച്ചടുക്കുന്ന വാൽമാക്രിയാണവൻ. മിശ്രിതനാണവൻ മിശ്രിതനാണവൻ എന്നെ തകർക്കുവാൻ തക്കം വാർത്തിരിക്കുന്ന രാക്ഷസനാണവൻ. മിശ്രിതനാണവൻ എന്നെ തകർക്കുവാൻ തക്കം വാർത്തിരിക്കുന്ന രാക്ഷസനാണവൻ. മോളെ പൊന്നുമോളെ നീ മാസങ്ങളായിട്ട് പ്രേമിച്ചതാരേ? മോളെ പൊന്നുമോളെ നീ മാസങ്ങളായിട്ട് പ്രേമിച്ചതാരേ? മോളെ മോളെ പൊന്നുമോളെ. എന്റെ പൊന്നച്ച എന്നോട് ക്ഷമിക്കത്തില്ല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കൊഞ്ഞാണ്ടനെ ഞാൻ കെട്ടത്തില്ല. നെഞ്ചടിക്ക് പൊട്ടിച്ചുകൊണ്ട് അവള് പറയുമ്പോ പിന്നെ ഞാൻ എന്നാ പറയാനാ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ശരീരത്തു കൂടി റോളറ് കയറ്റി ഇറക്കുന്ന അനുഭവമായിരുന്നു. മണിക്കൂറുകളോളം മുട്ടിയാനെ പോലെയുള്ള ഒരുത്തൻ എന്റെ കൊങ്ങായ്ക്ക് ഞെക്കിപ്പിടിച്ചോണ്ട് ചോദിക്കുക, അയാളത്തെ ഫ്രിഡ്ജ് വീട്ടിലുണ്ടോടാ? VCRും TVയും വീട്ടിലുണ്ടോടാ? മരണവെപ്രാളം കൊണ്ട് തലയിട്ടടിച്ചപ്പോ അങ്ങേര് വിചാരിച്ച് ഞാൻ സമ്മതിച്ചതാണെന്ന്. വിട്ട് നാക്കനങ്ങുന്നില്ലേ? ഇവനൊന്ന് പ്രാകാൻ പോലും പറ്റത്തില്ലല്ലോ എന്നോർത്തൊന്ന് കാറി. പിന്നീടുണ്ടായ ലങ്കാതകന് വെന്നാന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. ഇപ്പോഴാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നില്ല, കയ്യും കാലുമാണ് പൊങ്ങുന്നില്ല. ചുഴലിത്തണ്ണം പിടിച്ച രോഗിയെ പോലെ ആ വയസ്സൻ പറയുകയാണ്, വാദം തളർവാദം എന്റെ നടുവിനും കാലിനും വാദം. വാദം തളർവാദം എന്റെ നടുവിനും കാലിനും വാദം. ഇടവിട്ടിടവിട്ട് കോച്ചും തള്ളവിരൽ തൊട്ടു തലവരെ പെരുപ്പെന്നും കേറും വാദം തളർവാദം എന്റെ നടുവിനും കാലിനും വാദം. ഇടവിട്ടിടവിട്ട് കോച്ചും തള്ളവിരൽ തൊട്ടു തലവരെ പെരുപ്പെന്നും കേറും വാദം തളർവാദം
എന്റെ നടുവിനും കാലിനും വാദം. നമ്മുടെ മണ്ടൻ ബാക്കറിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. മഹിളാ സമാജക്കാരുടെ പരാതി വന്നു, പോലീസുകാരുടെ കൂടെയുള്ള അന്വേഷണം വന്നു. സ്വന്തം വീട്ടിൽ പോലും കിടക്കാൻ മേലാത്ത അവസ്ഥ അവന് സംജാതമായി. കാറ്റും കൂളും കനത്ത മഴയും നിറഞ്ഞ ഒരു രാത്രിയിൽ പാക്കരം സ്വന്തം നാട്ടിൽ നിന്നും ഇറങ്ങി എവിടേക്കോ ഓടി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ വന്നപ്പോൾ ഒരു ഉണങ്ങിയ ചായക്കടയുടെ മുൻപിൽ ചെന്നു. നല്ല അരി കിട്ടാനില്ലാത്ത രാജ്യത്ത് റേഷൻ അരി രാജാവെന്ന് പറഞ്ഞതുപോലെ പട്ടിണി കടന്ന് മടുത്തപ്പോൾ പഴക്കം ചെന്ന കുമ്പളപ്പമാണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് അവന് തോന്നി. ക്ഷീണവും വിശപ്പും സഹിക്കവയ്യാതായപ്പോൾ കേടുവന്ന വണ്ടിയുടെ ബോണറ്റ് പൊങ്ങുന്നത് പോലെ അവന്റെ വാ പൊളിഞ്ഞുകൊണ്ട് വായിക്കോട്ട വിട്ടുകൊണ്ട് ഒരു ചായക്കടയുടെ സൈഡിൽ അവൻ കുത്തിയിരുന്ന് ആ ചായക്കടക്കാരൻ വയസ്സിനോടവൻ ചോദിക്കുകയാണ്, അയ്യോ എന്റെ അമ്മാവ എനിക്കൊരു കുമ്പിളപ്പം തരുമോ? അയ്യോ എന്റെ മാവ എനിക്കൊരു കുമ്പിളപ്പം തരുമോ? പുട്ടും കടയിലും വേണ്ട പെട്ടെന്നൊരു കട്ടനെടുത്തു തരൂ. പുട്ടും കടയിലും വേണ്ട പെട്ടെന്നൊരു കട്ടനെടുത്തു തരൂ. അയ്യോ എന്റെ മാവ എനിക്കൊരു കുമ്പിളപ്പം തരുമോ? കട്ടനെടുത്തു തന്നാൽ ഇഷ്ടം പോലെ വാട്ടർ കോരിത്തരാം. കട്ടനെടുത്തു തന്നാൽ ഇഷ്ടം പോലെ വാട്ടർ കോരിത്തരാം. വാട്ടർ കോരിത്തന്നാൽ എനിക്കൊരു എട്ടണ നീ തരുമോ? വാട്ടർ കോരിത്തന്നാൽ എനിക്കൊരു എട്ടണ നീ തരുമോ? എട്ടണ കിട്ടി എന്നാൽ ഇഷ്ടം പോലെ പുട്ടും കടലെന്തിനാ? എട്ടണ കിട്ടി എന്നാൽ ഇഷ്ടം പോലെ പുട്ടും കടയിലെന്തിനാ? കട്ടനടിക്കാൻ പോലും തുട്ടില്ലാതെ പൊട്ടിപ്പോയ മഹാഭാഗ. കട്ടനടിക്കാൻ പോലും തുട്ടില്ലാതെ പൊട്ടിപ്പോയ മാവ. അയ്യോ എന്റെ മാവ എനിക്കൊരു കുമ്പിളപ്പം തരുമോ? പുട്ടും കടയിലും വേണ്ട പെട്ടെന്നൊരു കട്ടനെടുത്തു തരൂ. അയ്യോ എന്റെ മാവ എനിക്കൊരു കുമ്പിളപ്പം തരുമോ? പകർച്ചവ്യാധിയുള്ള രോഗിയെ നോക്കുന്നത് പോലെയാണ് ചായക്കടക്കാരൻ പാക്കറിനെ നോക്കിയത്. ചളുങ്ങിയ പുട്ടുകടം പോലെ ഇരുന്നു അയാളുടെ ബോന്ത. നിരാശനായി അവൻ നടന്നു. പകൽ വാടിത്തളർന്നപ്പോൾ കാറ്റുപോയ ഫുട്ബോൾ പോലെ പണിതീരാത്ത കെട്ടിടത്തിന്റെ തിണ്ണയിൽ ചുരുണ്ടുകൂടി പുകഞ്ഞുറങ്ങി. രാവിലെ കാക്കകൾ കാൽക്കൽ വന്നു. എടാ 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 എന്ന് വിളിച്ചപ്പോഴാണ് നേരം വെളുത്തിറങ്ങിയത്. ഭ്രാന്താശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുന്നവനെ പോലെ പലരും അവനെ സൂക്ഷിച്ചു നോക്കി. സ്വന്തം വിഷമതകളും കഷ്ടപ്പാടുകളും അവരോട് പറഞ്ഞുകൊണ്ടാണോ അവനൊരു ജോലിക്ക് ചാൻസ് കിട്ടി? പാക്കരനൊരിക്കൽ വാർക്കയ്ക്കു പോയി കോൺട്രാക്ടർ അവറാന്റെ കെയറോഫിൽ. വാർക്കയ്ക്കു നിലയിട്ട പലകയ്ക്കു മുകളിൽ പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. പാക്കരനൊരിക്കൽ വാർക്കയ്ക്ക് പോയി കോൺട്രാക്ടർ അവറാന്റെ കെയറോഫിൽ. വാർക്കയ്ക്കു നിലയിട്ട പലകയ്ക്കു മുകളിൽ പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. കോൺക്രീറ്റ് ചട്ടികൾ തെരുതെരയുയർന്നു. കോൺട്രാക്ടർ അത് കണ്ടു കോരിത്തരിച്ചു. ഒരു ചട്ടി അവറാന്റെ മുതുകത്തു വീണു. പെടച്ചു അവറാൻ പെടച്ചു. അടച്ചു ഇരു കണ്ണുമടച്ചു. പാക്കരനൊരിക്കൽ പാർക്കയ്ക്കു പോയി കോൺട്രാക്ടർ അവറാന്റെ കെയറോഫിൽ. വാർക്കയ്ക്കു നിലയിട്ട പലകയ്ക്കു മുകളിൽ
പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. പട്ടാപ്പകലവൻ വിറച്ചു നിന്നു. എല്ലാവരും കൂടി കോൺട്രാക്ടറെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ബഹളത്തിനിടയിൽ നമ്മുടെ പാക്കരൻ അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവൻ ജീവനം കൊണ്ടോടി. ദിവസങ്ങളോളം ആഹാരം പോലും കഴിക്കാതെ കണ്ട് അല്ലെങ്കിൽ നടന്നു. പാപിച്ചെല്ലുന്നവിടെ പാതാളം. ഈശ്വര, നീ എന്നെ പരീക്ഷിക്കുകയാണോ? അല്ലെങ്കിൽ നടക്കുന്ന അവൻ യാദൃശ്യമായിട്ട് അവന്റെ അച്ഛന്റെ ഒരു പഴയ സുഹൃത്താകുന്ന ഒരാനപ്പാപ്പാനെ കണ്ടു. അദ്ദേഹത്തിനോട് ഇവന്റെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അലിവ് തോന്നിയ ആനപ്പാപ്പാൻ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പാക്കരനെ വിളിച്ചുകൊണ്ട് പോയി. വയർ നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാക്കരൻ ആഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. തോരനും സാമ്പാറും തീരയും കൂട്ടിയ നാളുമറന്നേ പോ. തോരനും സാമ്പാറും തീരയും കൂട്ടിയ നാളുമറന്നേ പോ. ഉള്ളി കൊതിയിളകി ഞാനിരുന്നു. നാവിൽ പലതുള്ളി ഉമിനീരായി ഞാൻ വിരുങ്ങി. ഉള്ളി കൊതിയിളകി ഞാനിരുന്നു. നാവിൽ പലതുള്ളി ഉമിനീരായി ഞാൻ വിരുങ്ങി. തോരനും സാമ്പാറും പീരയും കൂട്ടിയ നാളു മറന്നേ പോ. പിന്നെ ഞാൻ കഴിച്ച കറികളെല്ലാം എന്തൊരു സ്വാദാണോ. പക്ഷെ ചാക്കരിച്ചോറിൽ എന്തൊരു കല്ലാണോ. പിന്നെ ഞാൻ കഴിച്ച കറികളെല്ലാം എന്തൊരു സ്വാദാണോ. പക്ഷെ ചാക്കരിച്ചോറിൽ എന്തെന്ത് കല്ലാണോ. അതും എന്തൊരു സ്മെല്ലാണോ. ഈ നല്ല ഹോട്ടലിൽ ചാക്കരി ഊണിന് ബോർഡ് വച്ചതാരാണോ. തോരനും സാമ്പാറും പീരയും കൂട്ടിയ നാളും മറന്നേ പോ. ഉള്ളി കൊതിയിളകി ഞാനിരുന്നു. നാവിൽ പലതുള്ളി ഉമിനീരായി ഞാൻ വിഴുങ്ങി. ഉള്ളി കൊതിയിളകി ഞാനിരുന്നു. നാവിൽ പലതുള്ളി ഉമിനീരായി ഞാൻ വിഴുങ്ങി. തോരനും സാമ്പാറും തീരയും കൂട്ടിയ നാളു മറന്നേ പോ. ഊണ് കഴിഞ്ഞ് നാട്ടിൽ എത്താനുള്ള വണ്ടിക്കൂലിയും കൊടുത്ത് പാപ്പാൻ അവനെ യാത്രയാക്കി. നാട്ടിലെത്തിയ പാക്കരൻ വല്യമ്മത്തള്ള മരിച്ചു പോയവരെ പറഞ്ഞു. മരച്ചു നിന്നു. മനസ്സ് തകർന്ന അവൻ മനന്നൊന്ത് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. നാട്ടിലെ വിശേഷങ്ങൾ അറിയാനും വല്യമ്മയുടെ ശവസംസ്കാര ചടങ്ങ് നടത്തിയവരെ കാണാനും പാക്കരൻ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പഴയ കാമുകി അവളുടെ കൂട്ടുകാരികളെ ക്ഷണിക്കുന്നത് കേട്ടു. ചിന്നമ്മേ ശോശാമേ മറിയാമേ വ്യാഴാഴ്ച എന്റെ കല്യാണമാ. നീവാ ചിന്നമ്മേ ശോശാമേ മറിയാമേ വ്യാഴാഴ്ച എന്റെ കല്യാണമാ. വീട്ടിൽ നിന്റെ അച്ഛൻ വരുന്നുണ്ട് ക്ഷണിക്കാനായി നാളെ ടീ പാർട്ടിയാ. വീട്ടിൽ നിന്റെ അച്ഛൻ വരുന്നുണ്ട് ക്ഷണിക്കാനായി
അപ്പൻ മാർവാടിയ ചെറുക്കൻ ബോംബെയിലൊരു എയർപോർട്ടിൽ പോട്ടറ അപ്പൻ മാർവാടിയ നീ വാ ചിന്നമ്മേ ശ്വസാമേ മറിയാമേ വ്യാഴാഴ്ച എന്റെ കല്യാണമ ഓ നീ വാ ചിന്നമ്മേ ശ്വസാമേ മറിയാമേ വ്യാഴാഴ്ച എന്റെ കല്യാണമാ വ്യാഴാഴ്ച എന്റെ കല്യാണമാ. പാക്കറിനെ കണ്ട മാത്രയിൽ അവൾ ഓടി വന്നു. നിറഞ്ഞ മിഴികളോടെ അവൾ നീട്ടിയ കല്യാണക്കുറി വാങ്ങി. പെണ്ണെ, നിന്നെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിവാഹത്തിന് തീർച്ചയായിട്ടും ഞാൻ വരും. കഴിഞ്ഞതെല്ലാം മറക്കൂ. അച്ഛനോട് എനിക്ക് മാപ്പ് തരണമെന്ന് പറയണം. ദിവസങ്ങൾക്ക് ശേഷം വിവാഹ ദിവസം വന്നു. കല്യാണത്തിന് കാര്യമായി സഹകരിച്ചു. ഹൃദയം നിറഞ്ഞ നന്മകൾ വധുവരന്മാർക്ക് മനസ്സുകൊണ്ട് നേർന്നു. വിഭവസമൃദ്ധമായ സദ്യയിൽ അവനും സഹകരിച്ചു. കല്യാണ സദ്യ കഴിച്ചുകൊണ്ടിരുന്ന അവന്റെ വായിൽ നിന്നും ഒരുതരം ദ്രാവകം ഒഴുകി. ക്ഷണത്തിനുള്ളിൽ പാക്കരൻ കുരയ്ക്കുവാൻ തുടങ്ങി. സദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവർ പരിഭ്രാന്തരായി 4 വർഷത്തേക്ക് പാഞ്ഞു. കുറച്ചുകൊണ്ടവൻ അവിടെയെല്ലാം ഓടി നടന്നു. അവിടെയെല്ലാം തേയിളകിട്ടാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അവരെ കൂട്ടം ചേർന്ന് അവനെ എറിഞ്ഞു വീഴ്ത്തി. കൈകാലുകൾ ഒടിഞ്ഞു. തലയിൽ കൂടി രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ പൊറിച്ചു, കല്ലിൽ കടിച്ചു. ജനങ്ങൾ ഭയചകിതരായി വളരെ അകലെ മാറി നിന്ന് അവനെ ശ്രദ്ധിച്ചു. ക്ഷണത്തിൽ ആരും അറിയിച്ചതനുസരിച്ച് എവിടെ നിന്നോ ഒരു ആംബുലൻസ് വാൻ ചീറിപ്പാഞ്ഞു വന്നു. വാനിൽ നിന്നും ഡോക്ടർ ചാടിയിറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടെ ഇഞ്ചക്ഷൻ കൊടുത്തു. മിനിറ്റുകൾക്കുള്ളിൽ നാക്ക് നീട്ടി വായിൽ കൂടി വെള്ളമൊഴുക്കി കുറച്ച് കടിച്ചു നടന്ന നമ്മുടെ പാക്കരൻ വാടി തളർന്നവൻ കൊഴഞ്ഞു വീണു. എന്നേക്കുമായി ഈ ലോകത്തിനോട് എന്നേക്കുമായി അവൻ യാത്ര പറഞ്ഞു. ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ പെറ്റമ്മ പോലും കരയുവാനില്ലാതെ ഇറ്റുവെള്ളത്തിനായി ദാഹിച്ചു മോഹിച്ചു പട്ടിയെ പോലെ കുറച്ചു മരിച്ചവൾ.